നമസ്കാരം. നിങ്ങളൊരു ഹിന്ദുവാണോ, മുസ്ലിമാണോ, അതോ ക്രിസ്ത്യാനിയാണോ? അതിലുപരി നിങ്ങളൊരു ഭാരതീയനാണോ? എന്നാൽ ഈ വീഡിയോ കാണുക. 2019 ജൂലൈ 31 നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു സർക്കുലർ ഇറക്കിയത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിൻ്റെ അലിയൊലികളാണ് ഇന്ന് അസാമിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ പൗരത്വം എന്ന് തെളിയിക്കാൻ വേണ്ടി നാം നെട്ടോട്ടമോടുമ്പോൾ അതിനു മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പൗരത്വ ബില്ലിൻ്റെ മുന്നോടിയായി ഈ വരുന്ന മാർച്ച്, അതായത് 2020 മാർച്ച് മാസത്തിൽ അവസാന വാരത്തിൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷനിൽ സെൻസസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ സെൻസസിൽ കൊടുക്കുന്ന നമ്മുടെ ഡാറ്റ കഴിവിൻ്റെ പരമാവധി നമ്മുടെ പേര്, വീട്ടുപേര്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ കൊടുക്കാൻ വേണ്ടി നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർമാരായിരിക്കും മിക്കവാറും ഫോം ഫില്ലപ്പ് ചെയ്യുക. അവർ ഫില്ലപ്പ് ചെയ്യാൻ അവരുടെ കയ്യിൽ കൊടുക്കാതെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും വിദ്യാഭ്യാസ യോഗ്യനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുകൂടാതെ ഫോം ഫില്ലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളോട് ഈ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്താൻ നിങ്ങളാൽ കഴിയുന്ന വഴിയിലൂടെ നിങ്ങളുടെ വീട്ടുകാരിലേക്ക് വിവരങ്ങൾ കൈമാറുക. കാരണം അസാമിലൊക്കെ സംഭവിച്ചത് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാരണം പറഞ്ഞാണ് അവരുടെ പൗരത്വം നഷ്ടപ്പെട്ടത്. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NPR തുടങ്ങുന്നതിന് മുമ്പ് NCRൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്തെന്നാൽ കാറ്റഗറി A 1971 1971 മാർച്ച് 24 മുമ്പുള്ള ഒരു ഗവൺമെൻറ് ഡോക്യുമെൻ്റ് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണമെന്നാണ്. അതായത് നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, അതായത് ഉപ്പയുടെ ഉപ്പ, അവരെ കയ്യിലുള്ള ഗവൺമെൻറ് അപ്രൂവ് ആക്കിയ ഡോക്യുമെൻ്റ്, അത് എന്തുമാവാം, ആധാരമാവാം, ബാങ്ക് പോസ്റ്റ് ഓഫീസ് കാർഡാകാം, അതേപോലെ തന്നെ വോട്ടർ ID കാർഡാകാം. NRC കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ പൂർവികരിലേക്കാണ്. കാരണം 1971 മാർച്ച് 24 മുമ്പുള്ള ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ഉപ്പയുടെ 1971 മാർച്ച് 24 മുമ്പുള്ള പാസ്പോർട്ടാണ് കയ്യിലുള്ളതെങ്കിൽ അതിലുള്ള പേര്, അഡ്രസ്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ നമ്മുടെ പാസ്പോർട്ടുമായി കണക്ട് ചെയ്യാൻ പറ്റണമെന്നാണ്. അവിടുന്ന് തുടങ്ങുകയാണ് താഴോട്ടേക്ക്. ഉപ്പയാണെങ്കിൽ മക്കളിലേക്ക്, ഉപ്പയാണെങ്കിൽ ഉപ്പയിലേക്ക്, ഉപ്പയിൽ നിന്ന് മക്കളിലേക്ക്, ഇങ്ങനെയാണ് നമ്മുടെ NRC കടന്നു പോകുന്നത്. വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കോ വല്ല തിരുത്തലുകളോ ഉണ്ടെങ്കിൽ കഴിയുന്നതും നമ്മൾ ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് വെച്ച് ഇന്ന് തിരുത്താനുള്ള സംവിധാനമുണ്ട്. അതാണ് എളുപ്പവഴി. ഇപ്പോൾ കഴിയുന്നതും ഇപ്പോൾ അങ്ങനെ തിരുത്താൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മക്കളിലുള്ള പാസ്പോർട്ടിലുള്ള വിവരണം നമ്മുടെ പാസ്പോർട്ടുമായി തെളിയിക്കാൻ നമുക്ക് കഴിയണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ കറക്റ്റാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. എന്നാൽ നമുക്ക് NRCയെ പേടിക്കേണ്ട ആവശ്യമില്ല. 2020 മാർച്ച് മാസത്തിൽ അവസാന വാരത്തിൽ നമ്മുടെ വീട്ടിലേക്ക് എന്യൂമറേറ്റർമാർ വരുന്നതിന് മുമ്പ് 1951 സെൻസസിൽ നമ്മുടെ പൂർവികർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 1971 മാർച്ച് 24 മുമ്പ് വല്ല ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും, ബാങ്ക് പോസ്റ്റ് ഓഫീസ് കാർഡ് അവര് പേരുണ്ടോ, അവരുടെ കയ്യിൽ 1971 മുമ്പുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് NRCയെ പേടിക്കേണ്ടതില്ല. NRCയെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. കാരണം നഷ്ടപ്പെടുന്നത് നമ്മൾക്കാണ്. നമ്മളല്ലാതെ ആയിത്തീരുകയാണ്. 1951 സെൻസസിൽ അതിനെക്കുറിച്ച് വലിയ അവബോധമില്ലാത്ത നമ്മുടെ പൂർവികർ, അവരുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടാൻ പോകുന്നത്. ഇവിടെ ജനിച്ചു എന്നതുകൊണ്ട് 40 50 വർഷങ്ങൾ ഇവിടെ ജീവിച്ചു എന്നതുകൊണ്ടോ ഇവിടുത്തെ പൗരത്വം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം കൈവശമുള്ള രേഖകൾ നമ്മുടെ പൂർവികരുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിച്ച ഈ ഭാരതത്തിന്റെ ഒരു തരി മണ്ണ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അത്രയും പേടിക്കേണ്ട ഒരു സംഭവമാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ഇടയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ സർക്കുലർ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 നിരാകരിക്കുന്ന വർഗീയ ലക്ഷ്യബോധമുള്ള ബില്ലിനെതിരെ നിയമ പോരാട്ടത്തിന് ഞാൻ പ്രാപ്തനല്ലാത്തത് കൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രതിഷേധം നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുകയാണ്. നിരർത്ഥകമായ ആഘോഷ പൊലിമകൾക്ക് വിരാമമിട്ട് നേരിടാൻ പോകുന്ന പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ യുവസമൂഹം
തിരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.